ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്നാ പറയുന്നു? എനിക്കിന്ന് ഡ്യൂട്ടിയാണ്. ഇനിയിപ്പോൾ 3 ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടിയാണ് കേട്ടോ. ഇന്ന് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഓൺകോളജി ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പറഞ്ഞ ഏജൻസി വർക്കാണ് ചെയ്യുന്നത്. ഓരോ ദിവസം ഞാൻ ഓരോ സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലാണ്. സൂപ്പർ മഴയുണ്ട്, അതാണ് നിങ്ങൾ കേൾക്കുന്ന സ്വരം കേട്ടോ. റൂഫ് എന്ന് വെച്ചാൽ ഗ്ലാസ്, അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും സ്വരം കേൾക്കുന്നത്. പിന്നെ ഡ്യൂട്ടിക്ക് പോകണം. 3-4 ദിവസമായിട്ട് ഞാൻ അവധിയായിരുന്നു. അതും കഴിഞ്ഞിട്ടുള്ള പോക്കായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ എടുക്കുന്ന കുറച്ച് പ്രിപ്പറേഷൻ, പെട്ടെന്നുള്ള പോക്ക്. എക്സ്പെഷ്യലി ഇപ്പോൾ കൊറോണയുടെ സമയമാണ്. മിക്ക ആളുകൾ നമ്മൾ കളർ ഡ്രസ്സിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നുള്ള പെട്ടെന്നുള്ളൊരു ക്വിക്കായിട്ടുള്ള, എന്താ പറയുക, ഒരു ക്വിക്കായിട്ടുള്ളൊരു മേക്കപ്പ് ആയിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ചിന്തിക്കുക എന്താ ഫുഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി ആ ഒരു രീതി നമുക്ക് പെട്ടെന്ന് നോക്കാം. എനിക്കിനി ½ ടൈമാണുള്ളത്. ഈ ½ ടൈമിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഇത് കെട്ടി പെട്ടെന്നൊരു മേക്കപ്പ്. ഞാൻ ഇങ്ങനെ പോകത്തില്ല, ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് ഞാൻ പോവാറുള്ളൂ. അറ്റ്ലീസ്റ്റ് കണ്ണൊക്കെ എഴുതി ഇത് പോകണമല്ലോ. നമ്മൾ ഇത്തിരി ടൈഡി ആയിട്ട് പോകണ്ടേ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേക്കും, അല്ല നമ്മുടെ തനിച്ച് കാണിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെയുള്ള എൻ്റെ ഒരു പെട്ടെന്നൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് കാണാം. മുടി ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കേണ്ട തൽക്കാലം. പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഉറങ്ങി എഴുതിട്ട് മുഖമൊക്കെ കഴുകി ഞാൻ വന്നേക്കുവാണ്. ഓൾറെഡി കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോയത്. ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇടും. സാധാരണ ഇടുന്നത് സ്നേഹ് ജെൽ ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതൊരു ശക്കലം കണ്ടല്ലോ, ശകലം എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യും. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, സിമ്പിളാണ്. മോയ്സ്ചറൈസർ റെഡി ആയിട്ടുണ്ട്. ഐബ്രോ പെൻസിൽ ലൈറ്റായിട്ടൊന്ന് എഴുതുന്നുണ്ട്. എന്തായാലും ഞാൻ മെബലിൻ്റെ ഐലൈനർ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു ഐലൈനർ മാത്രം. തിരക്കിന്റെ കൂടുതൽ മൂക്കിന്റെ തുമ്പത്തുള്ള ഇച്ചിരി മസ്കാര. ഞാൻ പറയാറില്ല, എനിക്ക് മസ്കാര ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി മസ്കാര ഇടുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതിന് മുന്നേ ഒരു ലിപ് ലൈനർ എഴുതി കൊടുക്കാം. ഫേവറേറ്റ് മാക്സ് ഫാക്ടർ. ഇത് 24 hours പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്താൽ നേരെ വെളുക്കുമ്പോൾ ഇത് ചുണ്ടത്ത് കാണും. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി 2 കുഞ്ഞിരി കമ്മൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്യൂട്ടി മിക്കപ്പോഴും ഇടാറില്ല കേട്ടോ. ഈ കുഞ്ഞു കമ്മലാണ് ഞാൻ ഇടുന്നത്. ഒരിടയ്ക്ക് സ്വർണ്ണക്കമ്മൽ തന്നെ എടുത്തുള്ളായിരുന്നു. അപ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, എപ്പോഴും ഊരി മാറി ഇടണ്ടല്ലോ. ഇപ്പോഴെന്ന് വെച്ചാൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറും. ഞാൻ മടിച്ചാ. എന്നാലും അപ്പൊ കമ്മലുകൾ 2ഉം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കമ്മലിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യമായില്ലേ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഒരു മേക്കപ്പ് എനിക്ക് ഇനിയില്ല, അത്രയുള്ളൂ. ഇനി ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് ചെയ്യും. കുളി കഴിഞ്ഞിട്ടില്ല, കിടന്ന് മുടിയുണ്ടോ മുമ്പത് പറഞ്ഞാൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയിട്ടോണ്ട് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊരു കംഫർട്ടല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുടി ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പോകണേ. സ്ട്രെയിറ്റ്നറാണ് ബാബിലിസിൻ്റെ സ്ട്രെയിറ്റ്നർ കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാരോയാണ്. ജസ്റ്റ് സിമ്പിളായിട്ട്, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ല, ജസ്റ്റ് ഒതുങ്ങി കിടക്കാൻ വേണ്ടി മാത്രം. ഇത് ഭയങ്കര ഫാസ്റ്റിൽ ചാർജ് ആവും, പെട്ടെന്ന് ചാർജ് ആവും. കണ്ടോ, ഓണാക്കി ഫാസ്റ്റാണ്. ചുണ്ട് ഉണങ്ങിയിട്ടുണ്ട്, മറന്നുപോയി. ഇതേണ്ട ഇതിലൊരു മോയ്സ്ചറൈസറൂടെ വരും. ഇത് മോയ്സ്ചറൈസർ ഇട്ടില്ല, ഭയങ്കര ഡ്രൈ ആയി ലിപ്സ്റ്റിക് കേട്ടോ. ശകലം നിങ്ങൾക്ക് ഹീറ്റ് ഡിഫെൻസിങ് സ്പ്രേ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു സെറമാണ്. ഇത് എവോണിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഡെയിലി ഷൈൻ ഡ്രൈ ആൻഡ് സെറം, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശകലം മതി, ഡ്രോപ്സ്. ഒന്ന് പിടിക്കുമ്പോഴേ എൻ്റെ മുടി പെട്ടെന്നാവും. ഇതൊരു നല്ല സ്ട്രെയിറ്റ്നർ ആട്ടോ, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സ്ട്രെയിറ്റ്നർ. റെഡി, അത്ര ഉള്ളു നമ്മുടെ സ്ട്രെയിറ്റനിങ്. പക്ഷെ നമ്മളത് സ്ട്രെയിറ്റ് ചെയ്ത് അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ പണിക്കൊന്നും പോയില്ല. നമ്മൾ എന്നും തല നനയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ അന്യ കുളിയാണ്. 1 മണിക്കൂർ എടുത്ത എൻ്റെ കുളി. ഭയങ്കര ഫാസ്റ്റല്ല പരിപാടി. പണ്ട് ഞാൻ ഉണ്ടാക്കിയത് ജീൻസിന്റെ തുണി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ്. അതെടുത്താ തലയിട്ട് കിട്ടിയതെടുത്തെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മുടി. ഇനി അവിടെ ചെല്ലുമ്പോൾ അലമ്പായിട്ടാണെങ്കിൽ ഈ മുടിയിലാണ് പൊക്കിയെടുത്തത്. ഈ ക്ലിപ്പാലോട്ട് അങ്ങ് നിർത്തും ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ. അപ്പോൾ എനിക്ക് ഫാസ്റ്റില് സാൻഡ്വിച്ച് ഉണ്ടാക്കണം, ഡ്യൂട്ടിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഫാസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ പറക്കും. നിങ്ങൾ കണ്ടോണം എൻ്റെ ഫാസ്റ്റ്. ഞാനപ്പോൾ ഒരു ടൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന്. ടൂണ കേട്ടോ, ക്യാൻഡ് ആയിട്ട് ടൂണ കിട്ടും. ടൂണ ചങ്ക്സ്. ഇതിൻ ബ്രൈൻ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവമാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ.
എനിക്ക് ഇങ്ങനത്തെ ഓപ്പണിങ് ഇഷ്ടമില്ല. ബട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതാ ഇനി വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്യണം. കുറച്ച് വെള്ളം ഉണ്ട്, അതും കളയട്ടെ. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒനിയൻ ചേർക്കുന്ന ചിലർക്ക് ഒനിയൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. എനിക്ക് രാത്രി ഇച്ചിരി ഒനിയൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല. ഒത്തിരി ഒന്നും വേണ്ട, ഇച്ചിരി ഒനിയൻ ഇത്ര ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണേൽ കോൺസ് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം. ചിലർ ക്യുക്കുംബർ ചേർക്കുന്നവരുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ അരി അത് ഒന്നും ഞാൻ ചേർക്കാറില്ല. ഇതിനെയും കൂടെ ഇതിലേക്ക് എടുത്ത് തട്ടുക. എന്നെ ഫാസ്റ്റ് ആണെന്നൊക്കെ 1/2 മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മയോണൈസ് കേട്ടോ. മയോണൈസ് കാര്യമായിട്ട് തട്ടുക. ഞാൻ ഉപ്പൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഇതിന് ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് വരും. ഉപ്പ് ചേർക്കും വേറെ എന്തോ ഒരു വിയേർഡ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒത്തിരി നാളായിക്കോട്ടെ ഞാൻ ടൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ട് ഡ്യൂട്ടിക്ക് പോയിട്ട്. സിമ്പിളാണ്, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ്. ഫിഷല്ലേ എന്നായാലും ഗുണമുണ്ടല്ലോ. അപ്പോൾ ഒരു ഫിഷ് സാൻഡ്വിച്ച് ഇതുണ്ട്, ക്രീം റെഡിയായി. ചിലർക്ക് ഇത്രയും ക്രീമി ആവുന്ന ഇഷ്ടമില്ല, എനിക്ക് ഇച്ചിരി ഒരു നനവ് വരുന്നത് എനിക്ക് ഇഷ്ടം കേട്ടോ ഇതിന്. ഇനിയിപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് ഞാൻ ബ്രൗൺ ബ്രെഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയ ആങ്കർ ബട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇച്ചിരി ബട്ടർ തൂത്ത് കൊടുക്കുക. ഒത്തിരി ബട്ടറൊന്നും തിന്നണ്ട. ഇപ്പം തന്നെ എനിക്ക് 2-3 കിലോ കൂടിയിട്ട് അങ്ങോട്ട് കുറയുന്നില്ല. ഡ്യൂട്ടി പ്രോപ്പറായിട്ട് തുടങ്ങിയാലേ എൻ്റെ വണ്ണം കുറയത്തുള്ളൂ. 2 ഡ്യൂട്ടിക്ക് 1 ഡ്യൂട്ടിക്കും പോയിട്ട് വന്നിട്ട് ഉള്ള എല്ലാം വലിച്ചു വരിക്കയറ്റും. പിന്നെ എങ്ങനെ വണ്ണം കുറയുക? ഇത്ര ഞാൻ കഴിക്കത്തുള്ളൂ. രാത്രി ചായ കുടിക്കും കേട്ടോ, ഉറക്കം കുറയായിരിക്കണമല്ലോ. ദൈവം അനുഗ്രഹിച്ച് നല്ല ഷിഫ്റ്റ് ആയിരിക്കട്ടെ. ഇങ്ങനത്തെ വാടാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വയ്യാത്ത മനുഷ്യരല്ലേ അവിടെ കിടക്കുന്ന എല്ലാവേ. സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. ഇപ്പം ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സി എൻ്റെ സാൻഡ്വിച്ച് സോ ഫാസ്റ്റ്ലി റെഡിയായി. അപ്പം ഇത്ര സംഭവം റെഡിയായി. ഞാൻ പാത്രം ഒന്നും എടുക്കത്തില്ല, കഴിവതും സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഞാൻ എടുക്കുന്നത് ഫോയിലാണ്. ഫോയിൽ വെക്കുക, മടക്കുക, ചുരുട്ടുക. സംഭവം റെഡി. ഇനി ഞാനൊരു ബാഗ് കൂടെ എടുത്തേക്കും. ഇതുണ്ടോ, ഫുഡൊക്കെ ഇടാൻ പറ്റുന്നൊരു ബാഗാണ്. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടികൾ എല്ലാമേ റെഡി അയച്ചു കേട്ടോ. ഫുഡ് റെഡി. ഇനി ഇതിനെടുത്ത് എൻ്റെ ബാഗിലേക്ക് തട്ടുക. ഇത് കാണിക്കുന്ന മസപ്പരി. അപ്പോൾ ബാക്കി വന്ന് നമ്മുടെ ഈ സംഭവം വേണം നാളത്തേക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാനിത് ക്ലിംഗ് ഫിലിം ചുറ്റി വെച്ചേക്കാന്ന് വിചാരിച്ചത്. ക്ലിംഗ് ഫിലിം ചുറ്റി ഇതിനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ആ പരിപാടിയും കഴിഞ്ഞു. അതൊരു പെട്രോൾ സ്റ്റേഷനാണ്. ഒരു കൊച്ചു കടയും കൂടെ കൂടിയതാണ് കേട്ടോ. അവിടെ നിന്ന് വെച്ചാൽ ഇന്നത്തെ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഡീസലിന് 1.10. ഓക്കെ, ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് 1 ലിറ്ററിന്. ഊക്കുറ്റി മഴയായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് അല്ലേ. സാരമില്ല, നമ്മൾ വേറെ റൂട്ടാണ് പോകുന്നത്. എന്തായാലും യൂണിഫോം ഒക്കെ മാറിയോണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഡ്യൂട്ടി കയറുക. ഞാൻ പറഞ്ഞല്ലോ ഓൺകോളജി വാർഡാണ്. ഭയങ്കര സങ്കടമാണ് എനിക്ക് ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഈ ഒരു വാർഡ് മാത്രം എനിക്ക് പോകാൻ അത്ര ഇഷ്ടമുള്ളൊരു വാർഡല്ല. പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോയൊരു റൂട്ടിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ റൂട്ട് മാറും, വേറെ റൂട്ട് പിടിക്കും. നമുക്കൊരു 3-4 സ്ഥലത്തൂടെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പറ്റും. ഇത് 3ാമത്തെ റൂട്ടാണ് ഞാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയപ്പം ഈ റൂട്ടിൽ കൂടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വേറെ റൂട്ടിൽ കൂടെ വന്നു. ഇന്ന് പക്ഷേങ്കിൽ ടോട്ടലി വേറെ റൂട്ടാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് കേട്ടോ. ഇച്ചിരിയും കൂടെ ഒക്കെ നിങ്ങൾക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും കാണാൻ പറ്റും. കുറച്ച് പേരെന്നോട് ചോദിച്ചായിരുന്നു ഇത് ഏത് വണ്ടിയാന്ന്. ഇത് വണ്ടിയുടെ പേര് ഇത് ടൊയോട്ട പ്രൈസ് കേട്ടോ. ഇത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആണെന്ന് കേൾക്കുമ്പോഴേക്കും പിന്നെ അടുത്ത ഡൗട്ടാണ് ഇത് കറണ്ട് കുത്തിയിട്ടുള്ള പരിപാടിയാണെന്നല്ലേ. അതല്ല കേട്ടോ. ഇതിങ്ങനെ സുരേഷ് അതിനെ പറ്റിയൊക്കെ പറയാൻ അറിയാവുന്ന, പക്ഷെ എനിക്ക് അറിയാവുന്ന പോലെ പറയാം. ഇത് നമ്മുടെ ടോർച്ചിന്റെ ബാറ്ററി. ഇത് ഓടുന്തോറും ഇത് ചാർജ് ചെയ്തോണ്ടിരിക്കുക. സി ടോർച്ചൊക്കെ ഇങ്ങനെ കറക്കി കറക്കി
ലൈറ്റ് കത്തുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ ഇത് കറങ്ങും തോറും ഇതിന് ചാർജ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാലും നമുക്ക് പെട്രോൾ വേണേം താനും. പെട്രോൾ ആവശ്യ സമയത്ത് മാത്രമേ എടുക്കത്തുള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഇതായാലും എനർജി സേവ് ആകാതെ വരുമ്പോഴാണ് പെട്രോൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഇതിൽ തന്നെ പൊക്കോളും. ഇപ്പൊ നമ്മൾ മോട്ടോർ വേ ഒക്കെ കയറുമ്പോൾ നല്ല ഫാസ്റ്റിൽ പോകുമ്പോൾ പെട്രോൾ എടുക്കാറുണ്ട്. കാരണം അതിന് മാത്രമുള്ള എനർജി അവിടെ സേവ് ആവാത്തതുകൊണ്ട്. പക്ഷെ ഇതുപോലുള്ള റൂട്ടുകളിൽ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഓടുന്നതുകൊണ്ട് തന്നെ പെട്രോളിന്റെ ആവശ്യം വരുന്നില്ല. ഇത് തന്നെ അതിനോടാനുള്ള സംഭവമൊക്കെ റെഡി ആയിക്കോളും. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, ചെറിയൊരു ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇത് കാർ വിൽക്കുന്ന സ്ഥലമായിരുന്നു, പക്ഷെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്തേക്കും കേട്ടോ. ഇതുവരെ ഒന്നും ബാക്ക് ടു നോർമൽ എത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ പോകേണ്ടത് 30 മൈൽസ് പെർ സ്പീഡിൽ കൂടെ പോകുന്നൊരു റൂട്ടാണിത് കണ്ടോ. ഇവിടെ ഇന്ന് മഴ പെയ്തുകൊണ്ട് മൊത്തത്തിലൊരു മൂടൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല എന്താ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു ഒരുമാതിരി വലിയൊരു റൗണ്ട് അബൌട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. ഇവിടെ എല്ലാ വണ്ടികൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പോകാൻ സമയമായി കണ്ടോ. റൈറ്റ് സൈഡ് വണ്ടി വരുന്നില്ലെങ്കിൽ എനിക്ക് വണ്ടി എടുക്കാം കണ്ടോ. ഞാൻ വേറെ റൂട്ട് കയറി പോവാണേ. എനിവേ നമുക്ക് ഇവിടം വരെ വലിയ തിരക്കില്ലാതെ പോകണേ നല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പിടിക്കായിരുന്നു. കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എല്ലാവരും എത്ര ക്ഷമയോടുകൂടിയാണ് നോക്കിയിരിക്കുന്നത് നോക്കി. ഞാൻ ഇതിലെ പോയിട്ട് ഒരുപാട് നാളായിട്ട്, 1 വർഷം മേലെയായി ഞാൻ ഈ റൂട്ട് പിടിച്ചിട്ട്. ഒത്തിരി നാളായി. വഴി തെറ്റാതെ അങ്ങ് എത്തിയാൽ മതിയായിരുന്നു കർത്താവേ. ഓക്കെ, ഇതും 30 മൈൽ സ്പീഡാണ്. എന്നാലും ഞാൻ ഇച്ചിരിയൊക്കെ സ്പീഡ് എടുക്കാറുണ്ട്. ഞാൻ മുന്നേ പോകുന്ന ഏതോ ഒരു അപ്പച്ചനാണ്ടോ വളരെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോകുന്നു. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കളി നടക്കത്തില്ല. എൻ്റെ പുറകിലും വണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ലൈറ്റിംഗ് പോയിന്റ്, നമുക്ക് എന്തായാലും പോവാം. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും അവിടെ വീണ്ടും റെഡ് അടിക്കും. കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. വിൽ ബി ഫൈൻ. ഇതൊരു കുഞ്ഞിക്കാ റൗണ്ട് അബൌട്ട് കണ്ടോ. ഒരു കുഞ്ഞൊരു റൗണ്ട് അബൌട്ടാണ്. പക്ഷെ റൈറ്റിൽ നിന്ന് വരുന്നവർക്കാണ് പ്രിഫറൻസ്. അതുകൊണ്ട് വണ്ടി അവിടെ കിടക്കുവാണ്. അത് ഞാൻ കയറി പോകുന്നു കണ്ടോ. ഇവിടെ കുറച്ച് കൺട്രി സൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ആംബുലൻസ് വരുന്നുണ്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പൊ പോകാൻ പോകുന്ന ഹോസ്പിറ്റൽ കേട്ടോ. ഇത് ബംഗ്ലോസ്. ഇത് കുറച്ച് പൈസയുള്ള ഒരു ഏരിയയാണ്. കൂടുതലും അപ്പച്ചന്മാരും അമ്മച്ചമാരും ആയിരിക്കും താമസിക്കുന്നത്. ഇവിടെ 20 മൈൽ സ്പീഡാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ഇവിടെ ക്യാമറ കാണും. എക്സ്പെഷ്യലി ഇപ്പോൾ സ്കൂൾ എന്തെങ്കിലും അടുത്ത് കാണും. അവിടെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അടിക്കുന്ന ക്യാമറയാണ്, പണി കിട്ടും. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. എന്നാലും ചിലരൊക്കെ കീച്ചു വിട്ട് വരുന്നുണ്ട്. നോക്കട്ടെ. ഒത്തിരി നാളെ ഇതിലെ കൂടെ ഞാൻ വന്നിട്ട്. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും ക്യാമറ ഉണ്ട്. ഇവിടെ സ്കൂൾ എന്തോ ഉണ്ട് ഈ ഏരിയയിലെ. റോഡിൽ എഴുതിയിട്ടുണ്ട് സ്ലോയിൽ പോകണമെങ്കിൽ സ്ലോ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇവിടെ പാലിക്കണം എന്നുള്ള കേട്ടോ. ഇതൊരു ലൈറ്റിംഗ് പോയിന്റ്. അങ്ങനെ പെഡസ്ട്രിയൻസ് ക്രോസിംഗ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ പോണു. ക്യാമറ ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മാന്യമായിട്ട് പോകാൻ ശ്രമിക്കാം. 20 മൈൽ സ്പീഡാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം സ്പീഡിൽ പോകുന്നില്ല. ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഫ്രണ്ടിൽ. എൻ്റെ പുറകിലും വണ്ടി കിടന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്പീഡ് അത്ര എടുക്കാൻ പറ്റത്തില്ല. 30 വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഇച്ചിരി സ്പീഡിൽ പോകാം. ഇവിടം വരെ 20 സോണായിരുന്നു. 20 കഴിഞ്ഞു. ഇനി എനിക്ക് 30 പോകാം കേട്ടോ. 30 വെച്ചേക്കുന്നുണ്ടോ. നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ. ഇത് വേറൊരു റൂട്ട് നമ്മൾ തകർത്ത് വാരിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു സീസണാണ്. നമുക്ക് പുറത്ത് പോയി അധികം അങ്ങോട്ട് വ്ളോഗ് ചെയ്യാനോ ഒന്നും അങ്ങോട്ട് പറ്റണില്ല. എന്തായാലും ഇതെല്ലാം കൊണ്ട് കഴിയട്ടെ കേട്ടോ. നമുക്ക് തകർക്കാം നമ്മളവിടെ കളി. ക്യാമറ എന്തായാലും ഫ്രണ്ടിൽ വരും, നിങ്ങളെ കാണിച്ചു തരാം. അല്ലാത്ത ക്യാമറകളെല്ലാം അവിടെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന ക്യാമറാസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതിനെ പറ്റി എന്റെ പുറകെ വരുന്ന വണ്ടി ഇല്ലേ? ഉണ്ട്. ഇവിടെ നടുക്ക് തന്നെ ഒരു ക്യാമറ വെച്ചിരുന്നായിരുന്നു. അതിനെ കാണുന്നില്ലല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിലോ അതൊക്കെ എടുത്ത് കളഞ്ഞു. വെൽ ഡൺ. ഓക്കെ, ഇവിടെ ഗ്രിൽ ഹൗസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് ആണ് കാണുന്നത്. പബ് പ്ലസ് റെസ്റ്റോറന്റ്. ഞാൻ പണ്ട് ഇവിടെ വന്ന് ഓർക്കുന്നുണ്ട്. ക്രിസ്മസ് ടൈമില് നമ്മൾ പാർട്ടികളൊക്കെ വെക്കത്തില്ല, ആ സമയത്ത് മാത്രം. ഓക്കെ, ഇനി ഇവിടെ ഇനിയിപ്പോൾ ഞാൻ കത്തിക്കും.
അതുപോലെ തന്നെ ഞാനൊരു ചെടിയെ പറ്റി ഇതിനു മുന്നേ വീഡിയോ ഇട്ടിരുന്നു. ജാപ്പനീസ് നോട്ട് ബീഡ് എന്ന് പറഞ്ഞത് അവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ആ ചെടിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്റെ പൊന്നെ, അതിനകത്ത് ഫായും ഭായും ഒക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ എനിക്കിട്ട് കിട്ടി. എന്താ കളി! ഇപ്പോഴും ഇതൊന്നും പറഞ്ഞ് ഞാൻ ശരിയാവുന്നില്ല. എന്താണോ, ഞാൻ ഒത്തിരി കോൺഷ്യസ് ആകും. ആ ബാ ഒക്കെ പറയുമ്പോഴേക്കും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇവിടെ 40 മൈൽ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുറച്ച് ഇത് ഫാം ഹൗസ് ആട്ടോ, മുകളിൽ കാണുന്നേ. കുറച്ച് പേരൊക്കെ എന്നോട് ഫാം ചോദിച്ചിരുന്നു. എനിക്ക് നിർത്താനൊന്നും പറ്റത്തില്ല, കാരണം ഡ്യൂട്ടിക്ക് പോകണ പുറകിൽ വണ്ടിയുണ്ട്. സോ നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 40 ആണെങ്കിലും ഒരു 42, 43 ഇത്ര ഒരു 42 ഒക്കെ ഒന്നും പോയാലും വലിയ പ്രശ്നം വരത്തില്ല, അടി കിട്ടത്തില്ല. എനിവേ തകർക്കാം. ഇതൊക്കെ ഫാമാണ്. ഒരു കിളി മുക്കിളി നക്കിളിയോലത്തുമ്പത്താടാൻ എന്നെ ഒരു ലൈറ്റ് അടിച്ച് കാണിച്ചല്ലോ. ഇവിടെ ആരും കിടപ്പുണ്ടെന്നല്ലേ അതിനർത്ഥം. 30 മൈൽ സ്പീഡാണ്. എനിക്കൊരു ലൈറ്റ് അടി കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടെന്നാണോ അറിയില്ല. നോക്കും പതുക്കെ മെല്ലെ മെല്ലെ പോകും. ഞാൻ 28 പോകുമ്പോൾ പുറകെ വരുന്നതിന് ഈ പെൺകൊച്ചിന് വട്ടാണ്. അവൾ ഇത്ര നേരം സ്പീഡ് വന്നിട്ടുള്ള സ്പീഡ് കുറച്ചല്ലോ എന്ന്. ഒരടി കിട്ടിയത് ഒരടിയും കൂടെ ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ല. അതുകൊണ്ട് പതുക്കെ പോകും. പച്ച ലൈറ്റാണ്, പക്ഷെങ്കിൽ പുറകെ ഇരിക്കാൻ ഞാൻ ഓർക്കുന്നുണ്ടായിരിക്കും. ഈ പെൺകൊച്ചൊന്നും സ്പീഡ് പോകാൻ തോന്നില്ല. അവൾ ലൈറ്റിംഗ് പോയിന്റ് എടുത്തപ്പോൾ അവളത് സ്പീഡ് കുറച്ചെന്ന് ഓർക്കുന്നുണ്ട്. അവന്റെ പൈസ പോകത്തില്ലല്ലോ, എന്നെ എല്ലിക്കല്ലേ പണി കിട്ടുന്ന. എന്താ കറക്റ്റ് ഓറഞ്ച് അടിച്ചു. അവൻ എന്നെ പ്രാകുന്നുണ്ടായിരിക്കും. കുറെ എഫൊക്കെ ഇപ്പോഴും അകത്തെന്ന് പറയുന്നുണ്ടായിരിക്കും. ഐ ഡോണ്ട് കെയർ. വെൽ അപ്പൊ ഇതാണ് വേറൊരു ലൈറ്റിംഗ് പോയിന്റ്. ഈ ലൈറ്റിംഗ് പോയിന്റ് തന്നെയാണ് നമ്മൾ ഇന്നാൾ വന്നു പെട്ടത് കേട്ടോ. ഇവിടെ വിന്റർ വന്നാലും ഉണ്ടല്ലോ, നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന ചെടിയെ മാത്രം എപ്പോഴും ഇല ഉണ്ടാവും. അതെന്തോ ഒരു സ്ട്രോങ് ഇലയാന്ന് തോന്നുന്നു. താങ്ക് യു ലൈറ്റേ. गीत गाओ मैं कोई ऐसा गीत गाओ നല്ല ഇറക്കമാണ്. നമ്മൾ കാല് കൊടുക്കേണ്ട കാര്യമില്ല, വിട്ടടിച്ച് പോകുന്നോളൂ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. കുറേ ഫ്രണ്ട്സ് എനിക്ക് ഈ ഏരിയയിലുണ്ട്. അവരെയൊക്കെ കണ്ടിട്ട് നാളുകൾ ഒരുപാടായിരിക്കുന്നു. ഈ റൂട്ട് കൂടെ ഒക്കെ കയറിപ്പോയി അവരുടെ വീട്ടിലെത്താം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും നമ്മുടെ യൂണിഫോം കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാണ്. കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ മൗനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം. ഇവിടുന്നുള്ള വ്യൂ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ചേട്ടൻ എങ്ങോട്ടാ? ചേട്ടൻ ലെഫ്റ്റ് ആണോ? പൊക്കോളൂ. വളരെ സന്തോഷം. നല്ല ഷിഫ്റ്റ് ആയിരിക്കണേ. ഇന്ന് 5 ദിവസത്തെ ഓഫ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോവാ ഞാൻ. സുരേഷ് പറഞ്ഞു എനിക്ക് ഡ്യൂട്ടി അതുവരേക്കും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് ലാസ്റ്റാണ് ഷിഫ്റ്റ് കിട്ടുന്നത്. അവൈലബിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ബോദർ ചെയ്യാൻ പോയില്ല. ഷിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഷിഫ്റ്റ് വന്നില്ലല്ലോ സുരേഷേ, പോവണ്ടടി. ഇത്ര ദിവസം വീട്ടിൽ ഇരുന്നിരുന്നിപ്പോൾ എന്റെ ഡ്യൂട്ടിക്ക് വിടണമെന്നില്ലെന്നാ തോന്നുന്നു സുരേഷിന്. പോവണ്ട, എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചെന്ന്. കഷ്ടമെന്ന് എന്നോട് പറയാം. പൈസ വേണ്ട, ജീവിക്കട്ടെ, ബില്ലടക്കണ്ടേ.
നാട്ടിലെ പോലത്തെ ചിലവല്ലല്ലോ ഇവിടെ. ഇവിടെ എല്ലാം നാട്ടിലത്തിൽ ഒരുപാട് എക്സ്പെൻസീവ് അല്ലേ. ഇവിടെ ഒരു ചായ പുറത്തുനിന്ന് കുടിക്കണമെങ്കിലാവും എനിക്കൊന്ന് 2 മണി താഴെ. ഞാൻ ഒത്തിരി നാളെ എനിക്ക് ഇവിടുന്ന് ചായയും കാപ്പിയൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിക്കുന്ന ഇഷ്ടമില്ല. കാരണം കാപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ നമ്മളൊന്നും വായി വെക്കത്തില്ല, ഭയങ്കര കടുപ്പാണ്. എനിക്ക് പുറത്തുനിന്ന് അങ്ങനത്തെ സംഭവമൊന്നും ഇഷ്ടമില്ല. പക്ഷെ അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് നാട്ടിൽ വന്നിട്ട് നല്ല ഉഴുന്ന് വട, പരിപ്പ് വട, എനിക്കിങ്ങനെ പുറത്ത് പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ തോന്നും. അയ്യോ അതൊന്നുമല്ല എനിക്ക് വേണ്ട. എനിക്ക് എന്നെ വേണ്ടെന്ന് അറിയാമോ ഇത്തവണ മിസ് ചെയ്യാൻ പോകുന്ന കാര്യം? അലുവ, ജിലേബി, കേക്ക്. അയ്യോ അതൊക്കെ ഇനി ഞാൻ എന്നാ തിന്നുന്നേ? എനിക്ക് അലുവയും ജിലേബിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. സുരേഷിനെ അടക്കി വിടണം നാട്ടിലല്ല, രക്ഷയില്ല. എല്ലാവർക്കും ഞങ്ങളെ മിസ് ചെയ്യും. ഞങ്ങൾക്കും ഭയങ്കര വിഷമം. എല്ലാ 10 മാസവും നാട്ടിൽ വന്നു അതൊരു ശീലമായിപ്പോയേ. ഇത്തവണ എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കാൻ വയ്യ. ഈ ഇത്രയും വർഷം, ഈ 18 വർഷമായിട്ട് എല്ലാ വർഷവും നാട്ടിൽ പോയിട്ടിരുന്നത് ഞങ്ങൾക്ക് ഈ വർഷം പോവത്തില്ല എന്ന് ചിന്തിക്കാൻ തന്നെ എനിക്ക് വയ്യ. ഞാനിപ്പോഴും ഓർക്കുമായിരുന്നു ഇപ്പൊ നാട്ടിൽ ക്വാറന്റൈൻ ഉണ്ടല്ലോ, ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങ് പോയാലെന്ന്. പിന്നെയും ഓർക്കും എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന്. ഇപ്പം ഗൾഫ് രാജ്യങ്ങളെല്ലാം അപ്പോഴും പ്രശ്നമല്ലേ. ഇവിടുത്തെ എല്ലാം ഏകദേശം കെട്ടടങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം. നോട്ട് കംപ്ലീറ്റ്ലി ബട്ട് മച്ച് ബെറ്റർ ഇവിടെ കേട്ടോ. ക്വാറന്റൈൻ നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. കൊറോണ ചാടത്തിൽ നമ്മളെ എല്ലാരും നന്നാക്കി എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങളില് ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒത്തിരി പാഠങ്ങൾ പഠിക്കാറുണ്ട്. അതിൽ എന്തൊക്കെയോ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുവേ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിനെ പറ്റി പറയാതിരുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ, ഞാൻ പറഞ്ഞു തന്നില്ലേ ഹോസ്പിറ്റലില്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെയാണ് നമ്മുടെ മലയാളികളും ഒരുപാട് പഠിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് വന്ന് നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പൊ മക്കളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് കയറി. സാറേ വീണ്ടും വന്ന് കയറിയിരിക്കുന്നു. കുറച്ച് തിരക്കായിരുന്നു. ഷിഫ്റ്റ് പൊതുവെ ഇച്ചിരി പേഷ്യന്റ് കൺവെല്ലായിരുന്നോണ്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പൊ ഞാൻ വീണ്ടും വണ്ടിയായി വന്ന് കയറിയിരിക്കുന്നു. സെയിം റൂട്ട് തന്നെ പോകുന്നതുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. കമന്റ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.